വാർഡിലെ വികസന മികവ് എടുത്തുകാണിച്ച് 32ാം വാർഡ് കൗൺസിലർ സതീദേവി. വാർഡിലെ വിവിധ ഭാഗങ്ങളിലെ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ ഇക്കാലയളവിൽ സാധിച്ചതായി 32ാം വാർഡ് കൗൺസിലർ സതീദേവി. ഈ 5 വർഷ കാലയളവിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. ഇതിൽ മാനവനഗർ ബൈലൈൻ റോഡ്, ഒരു കോൺക്രീറ്റ് റോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹെറിറ്റേജ് ലൈൻ റോഡ്, 2 മാനവനഗർ റോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹെറിറ്റേജ് ലൈൻ റോഡ്, പിന്നെ നമ്മുടെ കുഴിക്കാട്ട് കോളനി റോഡ് ഇവിടെ വിദ്യാനഗറിൽ, പിന്നെ 2 തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് 2 കോൺക്രീറ്റ് റോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വായനശാലയുടെ ബാക്കിലും റോഡ് ചെയ്തിട്ടുണ്ട്, റിട്ടാറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചപ്പുള്ളിപ്പറമ്പ് റോഡ് ചെയ്തിട്ടുണ്ട്. PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 വീടുകൾ നൽകാൻ കഴിഞ്ഞതായും 70ഓളം പേർക്ക് അമൃത് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ളം നൽകാൻ കഴിഞ്ഞതായും കൗൺസിലർ പറഞ്ഞു. PMAYയിൽ ഉൾപ്പെടുത്തിയിട്ട് 15ഓളം പുതിയ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. കുടിവെള്ള കണക്ഷൻ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കുടിവെള്ള കണക്ഷൻ 70 പേർക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 20ഓളം പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 4 കിണറുകൾ വൃത്തിയാക്കി നൽകാനും കഴിഞ്ഞിട്ടുള്ളതായും വാർഡ് കൗൺസിലർ സതീദേവി പറഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 20ഓളം സ്ട്രീറ്റ് ലൈറ്റുകൾ പുതിയത് കത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ 4 തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് 4 കിണറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള 4 മാസത്തിനുള്ളിൽ ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാനും 3ഓളം ഭാഗത്തെ റോഡുകളുടെ നവീകരണം നടത്താനും ശ്രമിക്കുന്നുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു. കാലയളവ് ഏകദേശം 4 മാസമാണുള്ളത്. അപ്പോൾ അതിൽ ഒരു ഹൈമാസ് ലൈറ്റ് സെവൻതര ഹോസ്പിറ്റലിന് മുന്നിലായിട്ട് ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ കൊടുത്തിരുന്നതാണ്. പക്ഷേ ഈ ലിസ്റ്റിൽ പെട്ടില്ലെങ്കിലും അടുത്ത ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ റോഡുകൾ ഒരു 3-4 റോഡുകൾ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു.